Hi, hi dear friends. Our next topic conditional, our decision making statement. Conditional statement and its branching. Conditional statements are used to control sequential execution of a program based on a certain conditions. Conditional statement in C and C++ programming are used to make decisions based on the conditional. Conditional statement execute sequentially when there is no condition around the statement in the program. Conditional statement may be use if statement or if else statement. Nested if else statement. That means on condition if, else, nest if, else, within if and else, another repeated if conditions. Else ladder if then conditions else അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ എന്ന് ചെയ്യണം. ഇതേ ഓപ്ഷനിൽ നമ്മൾ കണ്ടീഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തു പോകുന്നു. പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഓരോ സ്റ്റേറ്റ്മെൻറ്റും വെച്ചിട്ട് നമുക്ക് ഓരോ പ്രോഗ്രാംസുകൾ ഒന്നിലധികമോ പ്രോഗ്രാംസുകൾ ചെയ്തു നോക്കാം. എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടീഷണൽ ഈഫ്, കണ്ടീഷണൽ സ്വിച്ച് ഒക്കെ വെച്ചിട്ടുള്ള ഇവിടെ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് തിയറി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ യൂസ്ഡ് ടു കൺട്രോൾ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം ബേസ്ഡ് ഓൺ സർട്ടൻ കണ്ടീഷൻസ്. ഇറ്റ് യൂസ്ഡ് ടു മേക്ക് ഡിസിഷൻ based on the conditions. Conditional statement execute sequentially when there is no condition around the statement. If you put some condition for a block of statement, the execution follow many changes based on the result evaluated by the condition. We use the if statement or if else statement or nested if else statement, else if ladder statement, that means number of conditions, switch statement. You see the syntax if then give conditions. അത് കഴിഞ്ഞ് നമുക്ക് അതിനകത്ത് വരുന്ന കർലി ബ്രാക്കറ്റ് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ട സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കാം. കണ്ടീഷൻ ഫാൾസ് ആണ് എൽസ് വെച്ച് അനദർ കണ്ടീഷൻ കൊടുക്കുക. അത് ട്രൂ ആണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അത് ഫാൾസ് ആണ് എൽസ് വെച്ച് അനദർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. എൻ്റെ സിൻടാക്സിൻ്റെ ഈഫ് ദെൻ കണ്ടീഷണൽ ഓപ്ഷൻ, ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫാൾസ് ആണെങ്കിൽ എൽസ് എന്ത് ചെയ്യണമെന്നുള്ള കണ്ടീഷൻ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ്. ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആവാം, കണ്ടീഷൻ ഇല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഈഫ് എൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗമാണ് നമ്മളിവിടെ നോക്കിയത്. കണ്ടീഷണൽ ആൻഡ് ടേക്ക് എ ഡിസിഷൻ. നമുക്ക് കുട്ടികളുടെ ആവറേജ് മാർക്ക് അല്ലെങ്കിൽ പെർസെൻറ്റേജ് മാർക്ക് വെച്ച് ഗ്രേഡ് കൊടുക്കണം. ഇഫ് ദി കണ്ടീഷൻ, നമ്മൾ ടെർണറി ഓപ്പറേഷൻ വെച്ച് ഇഫ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. 2 or more കണ്ടീഷൻസ് നമ്മൾ ടെർണറി ഓപ്പറേഷൻ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം എഴുതി. അതേ പ്രോഗ്രാം തന്നെ നമുക്ക് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് മാറ്റി എഴുതാം. നിങ്ങൾ മാറ്റി എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഹിയർ ലുക്ക്. നെക്സ്റ്റ് നമ്മൾ അഞ്ചാമത്തെ പ്രോഗ്രാമാണ്. സിയിലും C++ലുമായി ഞാൻ റൈറ്റ് ചെയ്തിട്ടുണ്ട്. Look here, write a program to check whether a character is a vowel or consonant. നമ്മളിവിടെ ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന ക്യാരക്ടർ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റോർ ചെയ്തതല്ല, കോൺസ്റ്റന്റ് വാല്യൂ അല്ല. ഇൻപുട്ട് ചെയ്ത ലെറ്റർ കോൺസോണൻ്റ് ആണോ അല്ലെ വവലാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ വവൽസ് ആണെങ്കിൽ നമുക്ക് AEIOU. അവിടെ ഇവിടെ ഞാനൊരു ലോജിക്കൽ കണ്ടീഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലോജിക്കൽ കണ്ടീഷനും ഈഫിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓർ എന്നുള്ളതിനാണ് ആ 2 ലോജിക്കൽ ഓപ്പറേറ്റർ കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെസ്റ്റിൻ്റെ സ്ലാഷും ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്ററിൻ്റെ നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ലാഷും ഉണ്ട്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റർ നിങ്ങൾക്ക് ഷിഫ്റ്റ് കീ ഉപയോഗിച്ച് ഫസ്റ്റ് റോയിൽ കിടപ്പുണ്ട്, ബാക്ക് സ്പേസിൻ്റെ ഇപ്പുറത്തായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആ കീ ഷിഫ്റ്റ് കീ ഉപയോഗിക്കാം. ഓർ ലോജിക്കൽ ഓപ്പറേറ്ററാണ്.
ഇവിടെ നോക്കിയ ഈഫിനോടൊപ്പം ഉപയോഗിച്ചിരിക്കുന്നു. യു ലുക്ക് നമ്മളെ ഹെഡർ ഫയൽ രണ്ടിലും IO സ്ട്രീമും std.hഉം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ സ്റ്റേറ്റ്മെന്റ്, അത് കഴിഞ്ഞിട്ട് സ്റ്റാഫ് പ്രോഗ്രാം സ്റ്റാർട്ട് കർലി ബ്രാക്കറ്റ്. നെക്സ്റ്റ് യു സി ക്യാരക്ടറാണ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നത്. ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രിന്റ് എഫിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, സി ഔട്ടിനകത്തും കമൻട്രി കൊടുത്തു. അത് കഴിഞ്ഞ് ആ മെമ്മറി വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. ഏത് ലെറ്റർ ആണെന്നുള്ളത് സ്കാൻ ഓഫ് ചെയ്യുന്നത് സി ഇൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യുന്നു. ഈഫ് എന്ന കണ്ടീഷനകത്ത് CH എന്ന ക്യാരക്ടർ വേരിയബിളിനകത്ത് സ്മോൾ ലെറ്റർ എയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എ, അതോ അല്ലെങ്കിലോ സ്മാൾ ലെറ്റർ E സ്മാൾ ഇ, അല്ലെങ്കിലോ ക്യാപിറ്റൽ ഇ, അതും അല്ലെങ്കിലോ ഐ 2 ലെറ്റർ എഴുതിയിട്ടുണ്ട്, ക്യാപിറ്റലും സ്മോളും. നെക്സ്റ്റ് O U, ഈ ലെറ്ററുകളുടെ എല്ലാം കണ്ടീഷൻ ആണോ, ഇതാണോ അല്ലെങ്കിൽ അതാണോ, ഈ 10 ലെറ്റർ AEIOU എന്നുള്ള സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും നമ്മൾ ചെക്ക് ചെയ്തിരിക്കുന്നു. ചെക്ക് ചെയ്തതിൽ വന്നാൽ ഈഫ് ആണെന്നുണ്ടെങ്കിൽ പ്രിന്റ് ക്യാരക്ടർ വേരിയബിൾ ആണ് അസൈൻ ചെയ്തിട്ട് സി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇസ് എ വവൽ, വവൽ എന്ന് പ്രിന്റ് ചെയ്ത് ആ ക്യാരക്ടർ മെമ്മറി വേരിയബിൾ കിട്ടാൻ CHഉം കൊടുത്തു. അപ്പോൾ ഇവിടെ ഒന്നിലധികം കണ്ടീഷൻ ഇതാണോ എന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ നമുക്ക് വവൽ എന്ന റിസൾട്ട് കിട്ടും. അല്ലെങ്കിലോ എൽസ്, ഈഫ് കഴിഞ്ഞ് എൽസ് ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ. പ്രിന്റ് എഫിനകത്ത് നമ്മൾ സി ഈസ് എ കൺസോണന്റ് ആണ്, കൺസോണന്റ് എന്ന ക്യാരക്ടർ കമൻട്രി കിട്ടും. ഇവിടെ സി ഔട്ട് സിന്നും വെച്ച് നമ്മൾ C++നകത്തും അതേ പ്രോഗ്രാം മാറ്റി എഴുതിയിട്ടുണ്ട്. ലുക്ക്, ഫസ്റ്റ് നമ്മൾ ഹെഡർ ഫയല്, അത് കഴിഞ്ഞ് മെയിൻ ഫംഗ്ഷൻ, അത് കഴിഞ്ഞ് ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഇൻപുട്ട് ചെയ്തിരിക്കുന്നു കമൻട്രി സി ഔട്ടിനകത്ത്, അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു സി ഇന്നകത്ത്. അത് കഴിഞ്ഞ് ഇഫ് കണ്ടീഷണൽ ലോജിക്കൽ ഓപ്പറേറ്റർ ഓർ ഉപയോഗിച്ചിരിക്കുന്നു. അത് നോക്കി മനസ്സിലാക്കുക, വളരെ സിമ്പിളാണ്. ക്യാരക്ടർ ആയതുകൊണ്ട് നമ്മൾ കോഴ്സിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ അതിൻ്റെ പ്രിന്റ് 2 കറക്റ്റ് ട്രൂ വാല്യൂ ആണെങ്കിൽ പ്രിന്റ് ചെയ്യണം, ഫോൾസ് വാല്യൂ ആണെങ്കിൽ പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 2 ലാംഗ്വേജിലും പ്രോഗ്രാം കോഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. വളരെ സിമ്പിളായിട്ടൊരു ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കണ്ടീഷൻ ഓപ്പറേറ്ററും കൂടി ഉപയോഗിച്ച് നമ്മളിവിടെ പ്രോഗ്രാം എഴുതിയേക്കുവാണ്. ഇതേപോലുള്ള കണ്ടീഷൻ മാർക്കിൻ്റെ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ എന്ത് എഴുതിയിരുന്നു, ടെർണറി ഓപ്പറേറ്റർ വെച്ച് എഴുതിയിരുന്നു. അപ്പം ഇതുപോലുള്ളത് വെച്ചുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് C++ൻ്റെ CBSE ICC കുട്ടികൾക്ക് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. കമ്പ്യൂട്ടർ സയൻസുകാർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.